എറണാകുളം നോർത്ത് പാലത്തിന്റെ അടിയിൽ രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചതായി പരാതി. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് സഹോദരങ്ങൾ ഇന്നലെ രാവിലെ ഉപേക്ഷിച്ചത്. ഒരു കാല് തളർന്ന ഷംസുദ്ദീന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. രോഗിയായ തന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് ഉപേക്ഷിച്ചത് എന്നാണ് ഷംസുദ്ദീന്റെ പരാതി. പോലീസ് എത്തി ഇയാളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് എതിരെ കേസെടുക്കും. പോയത് ശരിയായില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യത്തിൽ നിങ്ങൾ പരിശോധിച്ചിട്ട് ഏതായാലും ഒരു നടപടി ഉണ്ടാവാൻ ഒരു മാസം മുമ്പ് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാ ദിവസവും 2, 3, 4, 5 തവണ ഞാനിവിടെ വരുന്നതല്ലേ, അത് കണ്ടിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഉപേക്ഷിച്ചു എന്നാണ് പരാതി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്? ഇവരുടെ പശ്ചാത്തലം എങ്ങനെയാണ്? സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമാണോ? അങ്ങനെയാണെങ്കിൽ പോലും മറ്റു വഴികൾ തേടാതെ എന്തിനിവിടെ എത്തിച്ചു? ഈ പരാതിയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നാണ് പോലീസും കണക്കാക്കുന്നത്? അഭിലാഷ്, ഷംസുദ്ദീൻ വളരെയേറെ കാലമായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വലിയ സാമ്പത്തികമായിട്ടുള്ള മെച്ചമൊന്നുമില്ല കുടുംബത്തിൽ. ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്. അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങിയതാണ് ഷംസുദ്ദീൻ. അതിനിടയിൽ ഇയാൾക്ക് അപസ്മാരം വരികയും പിന്നീട് ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിൽ കിടപ്പിലാകുന്ന സാഹചര്യമാണ്. ഭാര്യയുടെ വീട്ടുകാർ ഒരു സഹോദരൻ വന്ന് കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ഷംസുദ്ദീൻ വയ്യാണ്ട് കിടന്നപ്പോൾ നോക്കിയതൊക്കെ സഹോദരങ്ങളാണ്. പക്ഷെ അവർക്ക് ഇനി നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാവിലെ സൗത്ത് പാലത്തിനടിയിലായി ഉപേക്ഷിച്ചത്. ഒരു ജീപ്പിൽ വന്ന് കുടുംബ സഹോദരങ്ങൾ ഒരു ജീപ്പിലാണ് ഷംസുദ്ദീനെ കൊണ്ടുവന്ന് പാലത്തിന്റെ അടിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. പിന്നീട് ഷംസുദ്ദീൻ അവിടെ നിന്നുകൊണ്ട് ഭാര്യയെ വിളിക്കുകയായിരുന്നു. ഭാര്യ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നാൽ നോക്കാൻ ഇവിടെ ആളില്ല, തന്റെ സഹോദരൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒരുപാട് കരയുകയും വേറെ മറ്റു നിവൃത്തികളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷംസുദ്ദീൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് എത്തി വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുടുംബം സഹോദരങ്ങൾ ഉപേക്ഷിച്ചു പോയതായി പറയുന്നത്. വളരെ ക്രൂരമായാണ് കുടുംബം ഇയാൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ, ആശുപത്രിയിലെ സൗകര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നുകൂടി ആരോപിക്കുന്നുണ്ട്. ഒപ്പം ഈ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അല്ലെങ്കിൽ താൻ പോയി ചത്തോളൂ എന്ന വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങൾ ഈ ഷംസുദ്ദീനെ ഈ പാലത്തിനടിയിൽ ഉപേക്ഷിച്ചതായും നാട്ടുകാരും ദൃക്സാക്ഷികളും ഒപ്പം ഷംസുദ്ദീനും പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാളെ അനാഥാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ മതിലകം സ്വദേശിയാണ് ഷംസുദ്ദീൻ. സഹോദരങ്ങൾ തന്റെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം സഹോദരങ്ങൾ എഴുതി വാങ്ങിയതിനു ശേഷം തന്നെ ഉപേക്ഷിച്ചു. താൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തതാണ്. ഈ കുടുംബത്തിൽ പോലും വലിയ രീതിയിൽ സഹായം ചെയ്ത വ്യക്തിയാണ് ഷംസുദ്ദീൻ എന്നുകൂടി അയാൾ പറയുന്ന സാഹചര്യമുണ്ടായി. തനിക്ക് മറ്റുള്ളവർക്ക് വയ്യാതായിരിക്കുമ്പോൾ താൻ ഒരുപാട് പേരെ സംരക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ തനിക്കൊരു ആപത്ത് വന്നപ്പോൾ ആരും നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന വലിയ വിഷമത്തോടു കൂടിയാണ് പോലീസിനും ഷംസുദ്ദീൻ ഇക്കാര്യങ്ങളെല്ലാം ഷംസുദ്ദീൻ പറയുന്നത് സത്യമെങ്കിൽ അങ്ങേയറ്റം വേദനാജനകമായ ഒന്ന് തന്നെയാണ്. പരിപാലിക്കേണ്ടവർ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നു എന്നത് സങ്കടകരവുമാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.